ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SIT സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. MG പ്രദേശ് വിവരങ്ങളുമായി ചേരുകയാണ്. MG പ്രദേശ്, എന്താണ് ദേവസ്വം ആസ്ഥാനത്തേക്ക് SIT സംഘം എത്താനുള്ള കാരണം? മാധു, അല്പസമയം മുമ്പാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കഴിയുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ദൃശ്യങ്ങളാണ്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘമാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയത്. ഈ മുൻ ഭരണസമിതിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ SITയുടെ തീരുമാനം ഇപ്പോഴും നീണ്ടുപോവുകയാണ്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ കൂടിയാണ് SIT സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയത്. ഏതെങ്കിലും തരത്തിൽ രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കാനാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നേരത്തെ പലതവണ SIT സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തുകയും ഒപ്പം ഫയലുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു അന്തിമ ഘട്ടത്തിൽ വീണ്ടും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തുന്നത്. നേരത്തെ ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന ഭരണസമിതിക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് SIT നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഉൾപ്പെടെ 7 പേരെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യമായിരുന്നു SIT ആ റിപ്പോർട്ടിൽ മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. കോടതി പറഞ്ഞത് പുതിയ കേസ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായി അന്വേഷണം നടത്തുകയോ ചെയ്യാമെന്നതാണ്. പക്ഷേ ഇതുവരെയും ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2025 സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിൽ വലിയ ഗൂഢാലോചന ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് SIT സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ തന്നെ PS പ്രശാന്ത് തള്ളിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ PS പ്രശാന്തിനും ഭരണസമിതി അംഗങ്ങൾക്കും എതിരെ ഉണ്ട് എന്നതാണ് SIT റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് SIT സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈ 2025 ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഫയലുകൾ ശേഖരിക്കാനോ അല്ലെങ്കിൽ വിവരങ്ങൾ തേടാനോ ആയിരിക്കാം SIT സംഘം ഇവിടെ എത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാന ഉദ്യോഗസ്ഥൻ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. മാധു, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT സംഘം ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു.